മച്ചന്മാരെല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാർ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? ഇന്നത്തെ വീഡിയോ സംഭവം വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മൾ പച്ചക്കറി അരിയുന്ന, അതായത് നമ്മുടെ സവാള, ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മാസീവായിട്ട് കുറേ ക്വാണ്ടിറ്റിയിൽ ഒരുമിച്ച് അരിയാൻ പറ്റുന്ന ഒരു മെഷീൻ നമ്മൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവാണ്. സംഭവം ഫുള്ള് നമ്മൾ DIY ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മച്ചന്മാർ പറഞ്ഞു നേരം കളയുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഹയ്യ! അപ്പോൾ മച്ചന്മാരെ, ഇന്നത്തെ നമ്മളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ മെയിൻ ആളാണ് ഈ ഇരിക്കുന്ന മോട്ടർ കേട്ടോ. ഇത് നമ്മളുടെ ബ്രഷ്ലെസ് മോട്ടറാണ്. ഇതിലാണ് നമ്മുടെ ഫുൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പണി മെഷർമെൻറ്റും പ്ലാനിങ് ഒക്കെയാണ് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യന്ത്രഭാഗം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഫ്ലൈവുഡിലാണ് കേട്ടോ നമ്മളുടെ ആ ഒരു മെക്കാനിക്കൽ പീസുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 റൗണ്ട് വേണം. ആ 2 റൗണ്ടുകൾ നമ്മൾ നേരെ ജിക്സോ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത 2 പീസുകളിൽ ഇനിയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പീസ് നമുക്ക് സവാള മുകളിൽ കൂടി ഇടാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടൊരു ഹോള് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഈ ചെറിയ ഹോളല്ല, വലിയ ഹോളെന്ന് വേണ്ടേ. ജിക്സോ കയറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഹോളിടുക, അതിൽ കൂടെ ജിക്സോ കയറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സൈഡ് എഡ്ജുകളൊക്കെ ഒന്ന് സാൻഡ് ചെയ്ത് സൂപ്പറാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ പീസിലാണെങ്കിൽ നമുക്ക് ഇത് നടുക്കൊരു ഹോൾ ഇടണം. ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള പാകത്തിനുള്ള ഹോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ നമ്മുടെ ഹോളിൻ്റെ പീസ് എടുത്ത് നേരെ നമ്മളുടെ മോട്ടർ ഷാഫ്റ്റിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് നട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് സെറ്റപ്പാക്കി നോക്കുകയാണ്. കറക്റ്റ് ആയിട്ടുണ്ടോ, നമ്മുടെ അളവ് കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്ന് അറിയാൻ. അപ്പോൾ നമ്മുടെ സ്പാനർ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രണ്ടാമത്തെ റിങ് മുകളിലേക്ക് ഹൈറ്റ് കൂട്ടിയെടുക്കണം. നമ്മുടെ സവാള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. സവാള മാത്രമല്ല, ഇത് പച്ചക്കറിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈവുഡിൽ തന്നെ 3 ചെറിയ പീസുകൾ ഉണ്ടാക്കിയിട്ട് ഹൈറ്റ് കൂട്ടാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ പച്ചക്കറികൾക്ക് അധികം ചതവൊന്നും വരാതിരിക്കാനായിട്ട് എഡ്ജൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം, നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഇതേ നമ്മൾ മോട്ടറിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് 3 സെക്ഷനായിട്ട് അതിനെ മാർക്ക് ചെയ്ത് അതിലേക്ക് നമ്മളുടെ ആ ഒരു ചെറിയ ഫ്ലൈവുഡിൻ്റെ പീസുകൾ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും വീഡിയോ കണ്ട് തുടങ്ങി ബാക്കി അവസാനത്തുമ്പോഴേക്കും എല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ പീസ് വെച്ച് നമ്മൾ നേരെ അത് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്കിനി ഗ്ലൂ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബലമായിക്കോളും. എന്നാൽ നല്ല ബല എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് നമ്മളുടെ പ്രോട്ടോടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലൈവുഡിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയൊരു പൊഴി ഇട്ട് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം 20 പീസ് ഇതേപോലത്തെ ചെറിയ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 എണ്ണം നമ്മൾ പൊഴിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രൂ ചെയ്തത്. ഇത് തിരിച്ചഴിച്ച് നമ്മൾ എടുക്കും. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പൊഴി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 പീസ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു 10 കത്തി വേണം കേട്ടോ. ഇനി നമ്മളെടുത്ത കത്തിയുടെ പിടി നമുക്ക് ഒഴിവാക്കണം. പിടി നമുക്ക് ആവശ്യമില്ല, കത്തിയുടെ ബ്ലേഡ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സേഫ്റ്റിക്ക് ഗൂഗിൾസും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊന്നും ആ കത്തി അല്ലെങ്കിൽ ആ ബ്ലേഡിൻ്റെ പീസ് അടിച്ച് കൊള്ളാത്ത രീതിയിൽ സേഫ്റ്റി തന്നെ ചെയ്യുക. സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ മേക്കിങ്ങിനൊക്കെ എന്താ പറയുക ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സേഫ്റ്റി നോക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുക. അങ്ങനെ ഓരോ കത്തികളായിട്ട് നമ്മൾ മുറിച്ചതേ നമ്മുടെ ബ്ലേഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറം നമ്മൾ സ്ക്രൂ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ ഈ ഒരു മെറ്റീരിയൽ സ്ക്രൂ ചെയ്യാൻ പാടായതുകൊണ്ട് ഇതേ നമ്മൾ ചെറിയൊരു നോച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഗ്രൈൻഡിങ് മെഷീൻ തന്നെ വെച്ചിട്ട് കണ്ടോ നമ്മളെ കുഞ്ഞിങ്ങനെ പൊഴിയാക്കി എടുക്കുകയാണ്. ഇതിൽ നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു സ്ക്രൂ ഇടാനുള്ള വലിപ്പത്തിൽ നമ്മൾ നേരെ ആ ഒരു നോച്ച് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 10 കത്തികളിലും നമ്മൾ സെറ്റാക്കി എടുക്കണം. ഇത് ചെയ്യുമ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കണം. നമ്മുടെ കയ്യിൽ കത്തി കൊണ്ട് മുറിയാനോ അല്ലെങ്കിൽ ആംഗിൾ ഗ്രൈൻഡർ കൊണ്ട് മുറിയിൽ വരാനോ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതേ നമ്മൾ നേരത്തെ പൊഴിയിട്ടെടുത്ത പീസില്ലേ, അതിലേക്കാണ് നമ്മളുടെ ഈ ഒരു ബ്ലേഡ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ബ്ലേഡാണ് കേട്ടോ പച്ചക്കറികൾ അരിയാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മളിട്ട പൊഴിയുടെ ഉള്ളിലേക്ക് നമ്മളുടെ ഡ്രൈവാൾ സ്ക്രൂകൾ വെച്ചിട്ട് നേരെ നമ്മളിതേ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറി മുറിഞ്ഞ് വരുമ്പോൾ തെന്നി പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൊഴി നമ്മൾ മരത്തിലിട്ടേട്ടോ. അതായത് അവിടെ ആ ഒരു മുറിഞ്ഞു വരുന്ന പീസ് അടിച്ച് ചതഞ്ഞ് നിൽക്കാത്ത രീതിയിൽ സെറ്റ് ആവാനായിട്ട്. അങ്ങനെ 10 പീസുകളിലും നമ്മളുടെ ബ്ലേഡ് സ്ക്രൂ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതേ മരത്തിൻ്റെ, അതായത് ഫ്ലൈവുഡിൻ്റെ പീസ് റൗണ്ട് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ബ്ലേഡ് വെച്ച് കൊടുക്കുക, എന്നിട്ട് പ്ലെയിൻ ആയിട്ടൊരു പീസ് വെച്ച് കൊടുക്കുക, അതിനുശേഷം അടുത്ത ബ്ലേഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സെറ്റാക്കി എടുക്കണം. അങ്ങനെ പണികൾ ചെയ്ത് കാലത്ത് തുടങ്ങിയ പണി രാത്രി
ആയിട്ടും കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുതിയതായിട്ടൊരു സാധനം ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് വരും. അതെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റാക്കി നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തായാലും ഒരുപാട് ടൈം പോവും. അങ്ങനെ പാതിര വരെ ഇരുന്ന് നമ്മൾ സെറ്റാക്കി ഇതേ നമ്മുടെ ലൈറ്റിലൊക്കെ ഈയാമ്പറ്റൊക്കെ വന്ന് അവിടെ പുക മയ്യായി അമ്മരൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ പീസുകളായിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ റൗണ്ട് എത്തിച്ച് പശ ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലൈവുഡിൻ്റെ റിംഗ് കൂടി വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ മേജർ ആയിട്ടുള്ള മെഷീൻ പാർട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മോട്ടർ സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡ് ഒന്നും അടിക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോരും. അപ്പോൾ ഈ കാണുന്ന വലിയൊരു ബേസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ മോട്ടർ അതുമേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതായത് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ മോട്ടറാണിത്. അപ്പോൾ കറക്റ്റ് ഒരു 90 ഡിഗ്രി നേരെ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ മോട്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ മോട്ടറിൽ നിന്ന് വരുന്ന വയർ ഇതിന് മുമ്പ് നമ്മൾ കണക്ഷൻ കാണിച്ചിട്ടുള്ളതാണ്. നേരെ ബ്രഷ്ലെസ് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു ESC കൊടുത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന കൺട്രോളറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൺട്രോളറിൻ്റെ ത്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൈകൊണ്ട് തിരിക്കുന്ന ത്രോട്ടിലല്ലേ വെക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന ത്രോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ത്രോട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ട ഇതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ കാണുന്ന മുട്ടൻ ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഇത് പവർ ചെയ്യുന്നത്. 48-ൻ്റെ മോട്ടറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിലാണ് എല്ലാ സർക്യൂട്ടും നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ത്രോട്ട് കൊടുത്ത് നോക്കാൻ പോവാണ്. മോട്ടർ കറങ്ങുന്നുണ്ടാന്ന് കേട്ടോ. നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ പാർട്സ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അസംബ്ലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കളക്ഷൻ ട്രേ സെറ്റ് ചെയ്യണേ. നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് താഴെ വീഴുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള കളക്ഷൻ ട്രേ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അസംബ്ലിംഗ് എളുപ്പമായിട്ട് 2 പീസാക്കിയിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് കൂടി നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടി വിടാൻ വേണ്ടി ഒരു ഹോള് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇനി നമ്മുടെ മെഷീൻ പാർട്സിൻ്റെ അസംബ്ലിയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന 2 മരത്തിൻ്റെ പീസുകളില്ലേ, ഇതിൽ ഈ ബ്ലേഡ് വെച്ചിരിക്കുന്ന ഈ കാണുന്ന പീസാണ് ഇതിൻ്റെ സ്റ്റേറ്റർ വരുന്നത്. അതുപോലെ തന്നെ റോട്ടർ വരുന്നത് കറങ്ങുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മളിത് ഉണ്ടാക്കിയ ഈ ഒരു പീസാണ്. അപ്പോൾ അതിന് തന്നെ നമ്മുടെ സ്റ്റേറ്റർ എടുത്ത് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് നടുക്ക് വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ റോട്ടിംഗ് സെക്ഷൻ ആണ് ഇത്. അതായത് കറങ്ങുന്ന പോർഷൻ വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് കറങ്ങുമ്പോഴാണ് നമ്മുടെ പച്ചക്കറീനെ ഇങ്ങനെ കറക്കാനായിട്ട് പറ്റുന്നത്, അല്ല അരിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ വരുന്ന നട്ട് ഊരി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ റോട്ടർ നമ്മൾ ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ നട്ടിട്ട് ഇനി ടൈറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഊരിപ്പൂ വരുതേ. അങ്ങനെ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞു. നമുക്കൊന്ന് ത്രോട്ട് കൊടുത്ത് നോക്കാം. ഇത് കറങ്ങുമ്പോൾ എവിടെയൊക്കെ പൊട്ടുന്നുണ്ടാന്ന്. അപ്പോൾ നേരെ നമ്മളിത് കാലുകൊണ്ട് ത്രോട്ട് കൊടുക്കുകയാണേ. അടിപൊളി. അങ്ങനെ മുട്ടുന്നൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. വൈബ്രേഷൻ ചെറുതായിട്ടുണ്ട്, പക്ഷെ എന്തായാലും ഉണ്ടാവും. ഇത്ര വലിയ മെഷീൻ ആകുമ്പോൾ ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ അല്ല, ചെറിയൊരു ആട്ടം. അപ്പോൾ എന്തായാലും ഇനി നമ്മളുടെ പച്ചക്കറി അരിഞ്ഞ് പുറത്തേക്ക് വരും. ഇനി നേരെ പണിയൊന്നുമില്ല, ഇതിനുള്ളിൽ പച്ചക്കറി ഇട്ട് നമ്മൾ ടെസ്റ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ അരിഞ്ഞ സാധനം പുറത്തേക്ക് പറന്ന് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സംരക്ഷണ കവചം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സംരക്ഷണ കവചം. അതായത് പുറത്തേക്ക് വരുന്ന പച്ചക്കറി നല്ല സ്പീഡിൽ ചെത്തിയായിരിക്കും വരുന്നത്. അതായത് പുറത്തേക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തട വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഇത് വരും കേട്ടോ. നമ്മുടെ ഷീൽഡിൻ്റെ അടിയിലേക്കാണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തൊരു കമ്പി ഇട്ടിട്ടുണ്ട്. ആ കമ്പി നമുക്ക് നേരെ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പാകത്തിന് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ മേക്കിംഗ് പണികൾ മൊത്തം കംപ്ലീറ്റ് ആയി. നമ്മുടെ മെഷീൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സവാള അല്ല ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റും കുക്കുംബറും ആണ്. അപ്പോൾ നേരെ ഇതിലിട്ട് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ക്യാരറ്റാണോ കുക്കുംബറോ ആണോ? കുക്കുംബർ മതി. അപ്പോൾ നമ്മൾ നേരെ കുക്കുംബർ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹെവി പണി കൊടുക്കുന്നില്ല, ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റിസൾട്ട് എന്ന്. അപ്പോൾ നമ്മുടെ കുക്കുംബർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റി അത്യാവശ്യം ഫില്ലാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് അടിച്ച് നോക്കാം ബ്രോയി. ഓക്കെ,
അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഹെവി ലോഡൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മളെ യന്ത്രം സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ പോവാണ്. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് കാലുണ്ടാണ് കേട്ടോ. അപ്പോൾ റെഡി അല്ലേ ഇവിടെ? 1 2 3 ഗോ. എടാ അരിഞ്ഞടാ, എല്ലാം അരിഞ്ഞ് താഴെ എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇതേ നമ്മളുടെ കുക്കുംബർ അരിഞ്ഞ് നല്ല വട്ടം സ്ലൈസ് അല്ല, ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കുംബർ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്യാരറ്റിലാണ് കേട്ടോ ടെസ്റ്റ് അടിക്കാൻ പോകുന്നത്. നേരെ നമ്മുടെ ക്യാരറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് എന്താ അവസ്ഥയിലാണ് പറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. ടെസ്റ്റ് അടിക്കാം പ്രവീ. ക്യാരറ്റ് ആണേ. അങ്ങനത്തെ നമ്മൾ ഇട്ട് കൊടുത്ത ക്യാരറ്റും സ്ലൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് വരും കേട്ടോ. നോക്കി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലഡായി. സംഭവം നമ്മൾ ഉദ്ദേശിച്ച ഒരു റൗണ്ട് പീസ് കിട്ടണമെങ്കിലും ചെത്തലും അരിയിലൊക്കെ പടപടാതെ കഴിയുന്നുണ്ടേ. അങ്ങനെ കുക്കുംബറും ക്യാരറ്റും കട്ടിങ് കഴിഞ്ഞില്ല. ഇനി നമ്മുടെ സവാള ഉണ്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റണ്ണിങ്ങിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് സവാള എടുത്ത് നേരെ നമ്മളുടെ സെറ്റപ്പിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ മതി, ഇത്ര മതി. ഇപ്പോൾ ഇനി നമുക്കൊന്ന് കറക്കി വെക്കാം. ഓക്കെ, റെഡി? 1 2 3 ഗോ. സവാളയൊക്കെ വണ്ടി നോക്കി, ഒരു രക്ഷയില്ലട്ടാ. അടിപൊളി. പറഞ്ഞ നേരം കൊണ്ട് സവാളയൊക്കെ പരിഞ്ഞ് സെറ്റായി കിട്ടുവേ. ഓ പാവോടാ, അത് പൊളിഞ്ഞുപോയി. പൊളിഞ്ഞെന്ന് വെച്ചാ ലോഡ് താക്കാൻ പറ്റാണ്ട് പശ വിട്ടുപോയേ. കുറച്ചുകൂടി സവാള ഉണ്ടായിരുന്നു അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇത്ര സവാള ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ സംഭവം ഇത് ഒടിഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ചുമ്മാ ഫ്ലസ് ക്യൂക്ക് മാത്രം വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പീസ് നമ്മുടെ ആ ഒരു റോട്ടർ സെക്ഷൻ ഒടിഞ്ഞു പോയത്. പിന്നെ എന്താ പറയുക, ഇതൊരു പ്രോട്ടോടൈപ്പാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ മെറ്റലിൽ ചെയ്തെടുക്കേണ്ടതാണ്. പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ മരത്തിൽ ചെയ്താണ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമുക്ക് സക്സസ് കിട്ടി. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത സവാളയ്ക്ക്, അല്ലെങ്കിൽ ഇത്ര സവാളയൊക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ എന്തൊരു നേരം വേണം കണ്ട. പറഞ്ഞ നേരം കൊണ്ട് സവാളയൊക്കെ അരിഞ്ഞ് നല്ല സൂപ്പർ കണ്ട സ്ലൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്പോ അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മളുടെ എക്സ്പെരിമെൻ്റ് വിജയമാണ്. പിന്നെ നമ്മളുടെ മേക്കിംഗ് ക്വാളിറ്റിയിൽ വന്ന എന്താ പറയുക ചെറിയൊരു പിഴവ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് എന്താ പറയുക പശയൊക്കെ പൊട്ടി ആ ഒരു പീസ് ഷെഡായി പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി, അത്രേ ഉള്ളൂ, ഹാപ്പിയാണ്. അങ്ങനെ മച്ചാമാരെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട നേരമായി. അപ്പോൾ ഇന്ന് മേക്ക് ചെയ്ത് ഇന്ന് തന്നെ തകർന്നു പോയ നമ്മുടെ കുട്ടി മെഷീനല്ല, അത്യാവശ്യം വലിയ മെഷീനാണ്. നമ്മളുടെ സവാള തുടങ്ങിയ എല്ലാ പച്ചക്കറികളും അരിയാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഐറ്റമാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ എന്തായാലും ഇവനെ സെറ്റപ്പ് ആക്കി എടുത്ത് നല്ല മെറ്റലിലൊക്കെ ചെയ്ത് സൂപ്പറാക്കി എടുക്കൂട്ടെ. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്ററിംഗ് അതുപോലെ വലിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ടീംസുകളുണ്ട്. അതായത് ഇപ്പോൾ പൈസയ്ക്ക് ആണെങ്കിലും അതല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാൻ പവർ കൂടുതൽ വരുന്ന കാര്യമാണ് ഈ പച്ചക്കറി അരിയ, സവാള അരിയ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളാക്കാൻ പറ്റുന്ന രീതിയിലൊരു മെഷീൻ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്ന് ചെയ്തെടുത്ത ഒരു ഐറ്റമാണിത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ ഇത് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.